എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്? ഒന്നാമത് പറഞ്ഞത് അൻ യുബാരിക ലഹു ഫീഹി, അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. അപ്പൊ ആത്മാർത്ഥമായി സദക്ക കൊടുക്കാത്ത ഒരുത്തനും അവന്റെ പണത്തിന് ബർക്കത്തില്ല എന്നാണ്. കോടികൾ കയ്യിൽ വരുന്നു, പക്ഷെ ജീവിതത്തിൽ പണത്തിന്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു. എന്താണ് കാരണം? അവന്റെ സമ്പത്തിന്റെ ആസ്തിക്കനുസരിച്ച് കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹു തടുക്കും. നമ്മളിത്തിരി 10 ലക്ഷങ്ങനായി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു, ഒരു 12 ലക്ഷത്തിന് അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ? 2 ലക്ഷം പിന്നെ കടല്ലേ സുഹൃത്തുക്കളെ. സദക്ക കൊടുക്കണമെന്ന് അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം. അപ്പൊ അവന്റെ ഉള്ള പൈസ ഉണ്ട്, അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. ഈ ബർക്കത്ത് കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവന്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും. അതാണ് സദക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹു ഇത് ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അവനുള്ള പണത്തിന് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഉപകാരം അള്ളാഹു എന്ത് ചെയ്യുക, ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അന്നഹു യഹ്സുലു ബിസ്സവാബിൽ ഹാസിൽ അനി സ്വദഖ ജുബ്റാനു നഖ്സിൻ അൻ, അത് കുറയാതെ അള്ളാഹു എന്ത് ചെയ്യും, അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അതിലേറെ പ്രധാനം എന്താ അറിയോ? ഒരാള് എന്തെങ്കിലും ഒരാൾ സ്വദഖ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിന്റെ മൂല്യം കണക്കാക്കി, അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും. അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്ത് ചെയ്യും, അള്ളാഹു കൊടുക്കും. അത് ഖുർആൻ പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, പകരം തരുമെന്ന് സൂറത്തു സബയിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ സ്വതക്ക ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ സമ്പത്ത് നശിക്കുന്നതാണ്. അതും ഒരു പക്ഷേ വലിയൊരു സത്യമായിരിക്കും. ഈ സമ്പത്ത് എന്ത് ചെയ്യുക, നമ്മുടെ പണം നശിച്ചു പോവുക, ഒരു ഉപകാരമില്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തി പല വഴിക്കും ഉപകാരമില്ലാതെ നമ്മുടെ പണം ഇങ്ങനെ പോവുക.